താന്ത്രിക വിദ്യകളിൽ അപാര പാണ്ഡിത്യമുണ്ടായിരുന്ന ശ്രീ ശിവാങ്കളയ്യർ എന്ന ഗുരുനാഥനിൽ നിന്ന് ഈ വിദ്യകൾ സ്വായത്തമാക്കിയ മുൻ മഠാധിപതി ശ്രീ ചന്ദ്രശേഖര പണിക്കർ പ്രതിഷ്ഠിച്ചതാണ് ഇന്ന് ഇവിടെ കുടികൊള്ളുന്ന ദേവവിഗ്രഹം. അദ്ദേഹത്തിൻ്റെ കാലശേഷം ഈ മഠത്തിൻ്റെ മഠാധിപതിയായ ശ്രീ നന്ദകുമാർ പണിക്കർ ഇവിടെ എത്തുന്നവരുടെ ദുഃഖദുരിതങ്ങളെല്ലാം കേട്ടറിഞ്ഞ് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. ജ്യോതിഷത്തിലും മഷിനോട്ടത്തിലും മാന്ത്രിക താന്ത്രിക വിദ്യകളിലും വലിയ പാണ്ഡിത്യമുള്ള നന്ദകുമാർ പണിക്കർ ഒരു കർമ്മയോഗിയെപ്പോലെ സർവർക്കും നന്മ ചെയ്യുവാൻ സർവദാ സന്നദ്ധനായിരിക്കുന്നു. കൂടെ സഹോദരങ്ങളായ ശ്രീ AC സുരേഷ് ബാബു പണിക്കരും ശ്രീ രഘു C പണിക്കരും ശ്രീ കണ്ണൻ പണിക്കരും ഈ മഠത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ചെമ്പട്ടണിഞ്ഞ് കയ്യിൽ കുറുവടിയേന്തി മഹിഷവാഹനത്തിൽ വേദനയോടെ വിളിക്കുന്ന ഭക്തന്റെ അരികിലേക്ക് വേഗം തന്നെ എത്തുവാൻ സന്നദ്ധമായിരിക്കുന്ന വിഷ്ണുമായ രൂപം. കൂടെ ശ്രീ കരിങ്കാളി അമ്മയും ശ്രീ ഹനുമാൻ സ്വാമിയും ശ്രീ ഗണപതി ഭഗവാനും ഉപദേവന്മാരായി കുടികൊള്ളുന്നു. ചുവന്ന പട്ടിനാൽ അലങ്കരിച്ച ശ്രീലകത്ത് ദീപപ്രഭ ചൊരിയുന്ന നിറദീപങ്ങൾ, നിറപരിമളമേകുന്ന പുഷ്പങ്ങളുടെ അലങ്കാരം, കത്തിജ്വലിക്കുന്ന നിറദീപങ്ങൾ, ആർക്കും അഭയം നൽകാൻ ഈ ശ്രീലകത്ത് കുടികൊള്ളുന്ന മൂർത്തി സ്വരൂപങ്ങൾക്ക് കഴിയുമെന്ന് ഭക്തന് ഉറച്ച വിശ്വാസം. നിതാന്തമായ കർമാനുഷ്ഠാനങ്ങളുടെ പുണ്യം. എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ നൃത്തരൂപത്തിൽ വന്നുള്ള കൽപ്പന ഇവിടുത്തെ പ്രത്യേകതയാണ്. അന്യനാടുകളിൽ നിന്ന് പോലും 100 കണക്കിന് പേർ കൽപ്പന കേൾക്കുവാൻ ഈ തിരുനടയിലെത്തുന്നു. സ്വാമി നൃത്തരൂപത്തിലെത്തുമ്പോൾ മനമുരുകി കൈകൂപ്പി നിന്ന് പ്രാർത്ഥിച്ചാൽ ഭക്തന്റെ സങ്കടങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവിടുന്ന് നമ്മോട് പറയുന്നു. തുടർന്ന് നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിനുള്ള കർമ്മങ്ങളും അവിടുന്ന് നമ്മോട് അരുൾ ചെയ്യുന്നു. ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങൾ ക്ഷണം പോൽ സാധിച്ച് സായുജ്യമടഞ്ഞവർ ഒട്ടനവധിയാണ്. അമാവാസി നാളിലെ പ്രത്യേക പൂജയിൽ പങ്കുകൊള്ളുന്ന ഭക്തന്റെ ഏതാഗ്രഹവും സഫലീകരിക്കപ്പെടുന്നു. ശാക്തേയ മാന്ത്രിക കർമ്മങ്ങളിലൂടെ ഇവിടെ പ്രത്യേകം തയ്യാർ ചെയ്യുന്ന ഏലസ്സുകളും തകിടുകളും ധരിച്ചാൽ മാറാവ്യാധികളും മംഗല്യ തടസ്സങ്ങളും ബിസിനസ്സുകളിലെ പരാജയങ്ങളും നീങ്ങി ജീവിത വിജയം നേടാൻ കഴിയുമെന്നതിന് അനുഭവസ്ഥർ അനവധിയാണ്. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ പ്രത്യേക പൂജകൾ നടക്കുന്നു. ജീവിതായോധന രംഗത്ത് പരാജയപ്പെട്ട് നിരാശയിലാണ്ട് അഭയാർത്ഥികളായി തന്നെ സമീപിക്കുന്ന ഭക്തജനങ്ങളെ തൻ്റെ കരുണാവിലാസത്താൽ കരകയറ്റിയിട്ടുള്ള നിരവധി സംഭവങ്ങൾ ഭക്തജനങ്ങളുടെ സ്മൃതിപഥത്തിൽ പച്ചപിടിച്ചു നിൽക്കുന്ന പുണ്യസ്ഥാനമാം വിഷ്ണുമായ സദനം.
ഈ പുണ്യസന്നിധിയിൽ നടന്ന തിറവെള്ളാട്ട് മഹോത്സവത്തിൻ്റെ ആഘോഷ മുഹൂർത്തങ്ങളിലേക്ക്. ഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് ഹനുമാൻ സ്വാമിക്ക് വടമാലയും വെറ്റിലമാലയും, വിശേഷാൽ പൂജകളും ദീപാരാധനയും. ശേഷം ശ്രീ ചോറ്റാനിക്കര അമ്മയുടെ കഥ തൃപ്പൂണിത്തറ ജി റാവു കഥാപ്രസംഗരൂപത്തിൽ അവതരിപ്പിച്ചു. തുടർന്ന് ദാനങ്ങളിൽ ശ്രേഷ്ഠമായ അന്നദാനം. ഇനി വിഷ്ണുമായ സ്വാമിയുടെ രൂപക്കളവും കൽപ്പനയും. ഈ രൂപക്കള ദർശനം പോലും പരമമായ പുണ്യമാണ്. വിളിക്കുന്ന ഓരോ മനസ്സിലേക്കും വിളങ്ങിയെത്തുന്ന വിഷ്ണുമായ സ്വാമിയെയും മാതാവാം കുളിവാകയെയും ആണിവിടെ വരച്ചിരിക്കുന്നത്. ഈ രൂപക്കളത്തിലേക്കിനി വിഷ്ണുമായ ചാത്തൻ സ്വാമി എത്തുന്നു. ഇതിനു മുന്നോടിയായി രൂപക്കളത്തിനു സമീപം ശിങ്കാരിമേളം നാദപ്രപഞ്ചം തീർക്കുന്നു. വിഷ്ണുമായ ചരിത്രം പ്രത്യേക താളത്തിലും ഈണത്തിലും പാടുന്നു. തുടർന്ന് പാന. മഠാധിപതിയുടെ നേതൃത്വത്തിൽ കളത്തിനു ചുറ്റും വിഷ്ണുമായയെ ക്ഷണിച്ചുകൊണ്ടുള്ള വിളികൾ ഉയരുന്നു. വിഷ്ണുമായയുടെ ആജ്ഞാനുവർത്തികളും മായാ കിങ്കരന്മാരുമായ ചാത്തന്മാർ സ്വാമിയെ കളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള വിളികളെ അനുസ്മരിപ്പിക്കുന്നതാണ് ഇവിടെ നടക്കുന്ന പാന.